വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒരുപാട് മാസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഒരു വ്ളോഗായിട്ട് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ മോളെയും കൊണ്ട് ഞങ്ങളൊരു ഈവനിങ് ലുലു മാളിലൊന്ന് പോയതായിരുന്നു. അപ്പോൾ മോൾക്കൊരു ചെരുപ്പ് മേടിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് അവിടെ പോയത്. പക്ഷേ ആൾ നല്ല പിണക്കത്തിലായിരുന്നു. മോൾ അവിടെ പോയപ്പോഴത്തേനും താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ മറ്റേ 50% സെയിലിൻ്റെ കുറേ സംഭവങ്ങൾ. അപ്പോൾ മോൾക്ക് അതിനകത്ത് കയറി ഒന്ന് നോക്കണം. അവൾക്ക് എന്തൊക്കെയോ അവളുടെ കണ്ണിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട എന്തൊക്കെയോ ഉടക്കി. അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങൾ പറഞ്ഞ് മേലെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് പോയപ്പോൾ എങ്ങനെ നോക്കിയിട്ട് എസ്കലേറ്ററിൽ കയറില്ല. അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പ് കയറി നേരെ ലുലു സ്റ്റോറിലോട്ട് പോയി. എനിക്കിത് ഈ ഷൂ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, പക്ഷേ മോളുടെ അളവിനുള്ളതില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നോക്കി. അപ്പം എൻ്റെ മനസ്സിനകത്ത് ഷൂ മേടിക്കണം എന്നുള്ള ഉദ്ദേശമായിരുന്നു. പക്ഷേ ഒരു ഷൂ മോളുടെ കാലിൻ്റെ സൈസ് ചെറുതാണ്. അപ്പോൾ ഒരു ഷൂ മോൾക്ക് കണക്കായിട്ടുള്ളതായിട്ടൊന്നുമില്ല. ഒന്നുകിൽ ലൂസ് അല്ലെങ്കിൽ ടൈറ്റ്. അങ്ങനെ ഞങ്ങൾ കുറേ തപ്പി പിടിച്ചു. കുറേ നല്ല ഈ ലൈറ്റ് എത്തുന്ന ഷൂസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മോൾക്കൊന്നും പാകമാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ കുറേ തപ്പി പിടിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരു ചെരുപ്പെടുത്തു. അപ്പം മോൾക്കത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാനത് തിരിച്ചു വെച്ചിട്ട് മോളെ ഞാൻ കൊണ്ടുപോയി അപ്പുറത്തെ സൈഡിൽ ചെരുപ്പുണ്ട്, നമുക്ക് അവിടെ നോക്കാമെന്ന് പറഞ്ഞിട്ട്. ആളിപ്പോൾ കുറച്ച് നാളായിട്ട് ഈ കെട്ട് വരുന്ന ചെരുപ്പുണ്ടല്ലോ, ഷൂ അല്ലാതെ. ഞാൻ മോൾക്ക് ഈ ക്രോക്സ് ടൈപ്പ് ചെരുപ്പാണ് കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ആളിപ്പം ഇങ്ങനത്തെ ഒരു കെട്ട് ചെരുപ്പുണ്ടല്ലോ, അങ്ങനത്തെ ചെരുപ്പ് യൂസ് ചെയ്യാനാണ് ആൾ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്. അങ്ങനെ ഞാൻ കുറേ എടുത്ത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അതൊന്നും അവൾക്ക് വേണ്ട, ഒരു ചെരുപ്പും വേണ്ട. പക്ഷേ നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മോൾക്ക് ഇനി ഇപ്പം ഇട്ട് നോക്കുന്ന ചെരുപ്പ് മോള് ശരി ഓക്കെ പറഞ്ഞിട്ടാണ് ഇട്ട് നോക്കിയത്. പക്ഷേ അത് അവൾക്ക് പാകമല്ല, അളവല്ല അവൾക്ക്. പിന്നെ ഞാൻ അതിനവിടെ വെച്ചിട്ട് ഞാൻ പിന്നെ നോക്കി. അവൾക്കും ദേഷ്യം വരുന്നുണ്ട്, കാരണം കുറേ ചെരുപ്പ് ഇട്ട് നോക്കുന്നു, ഒന്നും ശരിയാകുന്നില്ല. അങ്ങനെ അവൾക്കും ദേഷ്യം. അവൾക്ക് ലുലു സ്റ്റോറിൽ പോകുമ്പോൾ അറിയാമല്ലോ, കുറേ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ എടുത്ത് വെച്ചേക്കും. അപ്പോൾ ഈ കളർ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ഇട്ട് നോക്കിയതാണ്. ഇപ്പോൾ പാകമാണ്, കുറച്ച് ഇറുക്കമുണ്ട്. എന്ന് വെച്ചാൽ കാലിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ പുറത്ത് നിൽപ്പുണ്ട്. അല്ലാതെ ഓക്കെയാണ് ചെരുപ്പ്. പക്ഷേ അവിടെ സെയിലിൽ നിന്ന പയ്യൻ പറഞ്ഞു, ഇത് കാല് പുറത്ത് കിടക്കുകയാണ്, ഞാൻ വേറെ ഇതിൻ്റെ വലുതുണ്ടോ എന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അതിൻ്റെ വലുതുണ്ടോ എന്ന് നോക്കാൻ പോയപ്പോൾ ഈ കളർ കിട്ടിയില്ല, പകരം വേറൊരു കളറാണ്. മോൾ അതൊക്കെ ഇട്ടിട്ട് അവിടെ കിടന്ന് ഓടിച്ചാടി ഓടിയൊക്കെ നോക്കട്ടെ, എനിക്ക് ഓടാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളതൊക്കെയാണ് നോക്കുന്നത്. അങ്ങനെ അവസാനം ഈ ചെരുപ്പാണ് ഞങ്ങൾ എടുത്തത്. കാരണം ഇത് ആ പയ്യൻ പറഞ്ഞു, അവിടെ സെയിലിൽ നിന്ന പയ്യൻ പറഞ്ഞു ഇത് കറക്റ്റായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇതിനെങ്ങ് എടുത്തിട്ട് വന്നു. അപ്പോൾ ആൾ ഇട്ടപ്പെടുത്തിന് എന്തോ ബില്ലടിക്കാൻ സമ്മതിക്കില്ല, അത് കാലിൽ ഇട്ട് കൊടുക്കാനായിരുന്നു പിണക്കം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ബില്ലടിച്ചിട്ട് ഞങ്ങൾ തിരിച്ചിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് അതിന് അങ്ങനെ വാങ്ങിച്ചു. നേരെ ബില്ല് ചെയ്യാൻ പോയപ്പം കണ്ടില്ലേ, ഇതൊക്കെയാണ് അവൾക്ക് അവിടുത്തെ ഹോബീസ്. അവിടേക്ക് കയറി ചെന്ന് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇങ്ങനെയൊക്കെ കയറുന്ന ഒരു വിധത്തിൽ വിളിച്ചിട്ട് വരുന്നുണ്ടായിരുന്നില്ല. താഴെ കൊണ്ടുപോകാൻ, ചോക്ലേറ്റ് മേടിച്ച് തരാം എന്നൊക്കെ പറഞ്ഞാൽ അവൾക്ക് ഇതൊക്കെയാണ് ഇഷ്ടം. മുമ്പ് കുഞ്ഞായിരുന്നപ്പോൾ കൊണ്ടുപോകുന്ന സമയത്ത് കയ്യിൽ മിണ്ടാതിരിക്കുമായിരുന്നു. ഒരു കളിപ്പാട്ടം ചോദിക്കലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ എന്തോ കണ്ട് പേടിച്ച പോലെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഇരുന്ന മോളായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. അവിടെ ഈ ലുലു സ്റ്റോറിൽ ഞങ്ങൾക്ക് കൊണ്ടുപോകാനേ പറ്റില്ല. കാരണം ഇതുപോലുള്ള എല്ലാത്തിലും വലിഞ്ഞ്, അതാണെങ്കിൽ മാരക വിലയാണല്ലോ അവിടെ. എന്തെങ്കിലും വലിച്ച് താഴെയിട്ട് പൊട്ടിച്ചാൽ അതിൻ്റെ പേയ്മെൻറ്റൊക്കെ നമ്മൾ തന്നെ ചെയ്യണമല്ലോ. അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങൾ ബില്ലടിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് വന്നപ്പോഴത്തേനും ഇതിൻ്റെ മണ്ടയിൽ കയറി നിപ്പായി. ഞാനപ്പോൾ പറയുന്നുണ്ടായിരുന്നു, നമ്മുടെയൊക്കെ ചെറുതിൽ നമുക്ക് ഈ സ്ട്രീറ്റിലൊക്കെ കാണുന്ന കാര്യങ്ങളും അമ്പലപ്പറമ്പിലൊക്കെ കാണുന്ന പിന്നെ കളിപ്പാട്ടങ്ങളൊക്കെ അറിയത്തുള്ളൂ. അവൾക്ക് എല്ലാം അവിടെ ഉള്ള ഈ കാർട്ടൂണും കാണുന്നതുകൊണ്ട് അവിടെയുള്ള കാര്യങ്ങളെല്ലാം അറിയാം. നമ്മൾ അവളെ കാണിച്ച് തന്നിട്ട് നമ്മളിങ്ങനെ അന്തം വിട്ട പോലെയാണ് നിൽക്കുന്നത്, ഇതെന്താ സംഭവം എന്നുള്ളതിൽ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വല്ല വിധേനെ വിളിച്ചുകൊണ്ട് നേരെ താഴെ സൂപ്പർ മാർക്കറ്റിലോട്ട് വന്നു. ഇതാണ് അവളുടെ മെയിൻ ഹോബി. വലിയ ട്രോളി എടുക്കാൻ സമ്മതിക്കില്ല, ഇതെടുക്കാനേ സമ്മതിക്കത്തുള്ളൂ. എന്നിട്ട് ഇതിൽ കയറി അങ്ങനെ നിൽക്കും. ഒന്നെങ്കിൽ അവൾ വലിച്ചഴിച്ചുകൊണ്ട് നടക്കും അതിനെ, അല്ലെങ്കിൽ അവൾ അതിനകത്ത് കയറി നിൽക്കും. എനിക്ക് നിർത്തുന്ന ഭയങ്കര പേടിയാണ്, കാരണം കമന്നെങ്ങാനും വീഴുമോ എന്നുള്ളൊരു പേടി. അങ്ങനെ അവിടെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കയറി കുറേ സാധനം കണ്ടില്ലേ, ഇതൊക്കെ ഇങ്ങനെ വലിച്ച് നീക്കിക്കൊണ്ട് നടക്കുക. അന്നത്തെ ദിവസം അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സൂപ്പർ മാർക്കറ്റിൽ. അവിടെ എപ്പോൾ പോയാലും തിരക്കേ തന്നെ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് സാധനം മേടിക്കാമെന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ കയറി. അപ്പോഴും ചോക്ലേറ്റിൻ്റെ സെക്ഷനിലെത്തി, അവളുടെ സെക്ഷനിലെത്തി. അവൾ പിന്നെ അവിടെ പോയി ഇത്രയും ചോക്ലേറ്റ് ഇരുന്നാലും കിൻഡർ ജോയ് കണ്ടു കഴിഞ്ഞാൽ അത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട.
എത്രയോ നല്ല നല്ല ചോക്ലേറ്റ് ഞാൻ വേറെ എടുക്ക് എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടേ ഇല്ല. ഒരു കിൻഡർ ജോയ് എടുത്തിട്ട് ഓടി വരുവാണ്. കിൻഡർ ജോയ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ട. അങ്ങനെ പിന്നെ അതും എടുത്തു. പിന്നെ നമ്മളവിടെ കുറച്ച് നേരമൊക്കെ കറങ്ങിയൊക്കെ നിന്നു. ഏതൊക്കെ വാങ്ങണം, ഞാൻ പിന്നെ കയറിയ ചോക്ലേറ്റ് മേടിക്കുമല്ലോ. പിന്നെ ഞാൻ 1-2 ചോക്ലേറ്റൊക്കെ മേടിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഫുഡ് കോർട്ടിൻ്റെ അങ്ങോട്ട് പോയി. എപ്പോൾ പോയാലും ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു സാലഡ് എടുക്കും, വെജിറ്റബിൾ സാലഡ് എടുക്കും. പിന്നെ ഇവിടെ ഒരു ഡ്രിങ്ക് ഉണ്ടല്ലോ, മറ്റേ കോൾഡ് കോഫി എന്ന് പറഞ്ഞിട്ട്, എനിക്കത് മസ്റ്റാണ്. അവിടെ പോയി എനിക്ക് പെട്ടെന്ന് അതിനൊരു ക്രേവിങ് വരും. കാരണം ഞാൻ വേണ്ട ഇന്ന് അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് പോകും. പക്ഷേ ഇതും എടുക്കും, ബൗണ്ടിയും ചോക്ലേറ്റും എടുക്കും. ഇത് രണ്ടും അവിടെ ഇന്ന് പോയാലെടുക്കും, നാളെ പോയാലെടുക്കും. അതെന്തോ ഒരു അഡിക്ഷനായി മാറിയിരിക്കുകയാണ് ആ കോൾഡ് കോഫിയുടെ. അങ്ങനെ പിന്നെ പറഞ്ഞു എനിക്ക് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് വേണമെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ ചെന്ന് നിന്നപ്പോഴാണെങ്കിൽ ഒടുക്കത്തെ തിരക്കും. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അതൊക്കെ മേടിച്ചു. പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ആൾ പറഞ്ഞു 5 മിനിറ്റ് കളിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് അവിടെയൊക്കെ കിടന്ന് ഓടി ചാടി മറിഞ്ഞ് ഞങ്ങൾ നേരെ വണ്ടി എടുത്തുകൊണ്ട് വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഒരു കുഞ്ഞു വ്ളോഗാണ്, പെട്ടെന്ന് എടുത്തൊരു വ്ളോഗാണ്. അവിടെ തോന്നി ഒരു വ്ളോഗ് എടുത്താലോ എന്ന് തോന്നിയിട്ട് അങ്ങനെ എടുത്തൊരു വ്ളോഗാണ്. ആൾ ചോക്ലേറ്റ് കഴിച്ച് സന്തോഷത്തിലായി, ഞങ്ങളും സന്തോഷം, അവളും സന്തോഷം. അങ്ങനെ ഞങ്ങൾ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു പുറത്തിറങ്ങി. അപ്പോൾ പുതിയൊരു വ്ളോഗായിട്ട് വീണ്ടും കാണാം.